നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആര്യ രാജേന്ദ്രനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് CPM. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ആര്യ രാജേന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ CPMൽ നിന്ന് BJP പിടിച്ചെടുക്കുമെന്നും അതിന് ഉത്തരവാദി, അതിന്റെ കാരണക്കാരി ആര്യ രാജേന്ദ്രൻ മാത്രമാണെന്നും മുതിർന്ന നേതാക്കൾ വിമർശനം ഉന്നയിക്കുകയാണ്. ആര്യ രാജേന്ദ്രനെതിരെ വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒരു സീറ്റിന് തക്കം നോക്കിയിരിക്കുന്ന ആര്യ രാജേന്ദ്രന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുതിർന്ന നേതാക്കളുടെ നിരന്തര ഉപദേശവും പ്രവർത്തനം സംബന്ധിച്ച പാർട്ടി ക്ലാസുകളും ഒന്നും ആര്യയുടെ കാര്യത്തിൽ ഫലം കാണുന്നില്ല. ആര്യ രാജേന്ദ്രൻ ഭരിക്കുന്ന CPM നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും മോശം തദ്ദേശ സ്ഥാപനമാണെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ വിലയിരുത്തൽ. വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഗുരുതര വീഴ്ചയാണെന്നും പദ്ധതി നിർവഹണത്തിൽ പിന്നിലാണെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. വിവിധ പദ്ധതികൾ യഥാസമയം നടപ്പാക്കാത്തതുമൂലം കോടികൾ കോർപ്പറേഷന് നഷ്ടമായതായും ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നു. തലസ്ഥാന ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷന് ഗുരുതര വീഴ്ച സംഭവിച്ചതായിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അക്കമിട്ട് പറഞ്ഞിട്ടുള്ളത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച പദ്ധതികളിൽ പകുതിയിൽ താഴെ മാത്രമാണ് നടപ്പിലാക്കിയത്. 2023-24 1872 പദ്ധതികൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അംഗീകാരം നൽകിയതിൽ നടപ്പിലാക്കിയത് 801 എണ്ണം മാത്രമാണ്. 1071 പദ്ധതികൾ നടപ്പാക്കിയില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നഗരസഭയുടെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതി നടത്തിപ്പുകളിലാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. 228.71 കോടി സർക്കാരിൽ നിന്ന് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും 178.28 കോടി രൂപ മാത്രമാണ് കോർപ്പറേഷൻ ചെലവഴിച്ചത്. 50.43 കോടി രൂപ പാഴാക്കി. കോർപ്പറേഷന്റെ ഭരണം ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ മേയർ ആര്യ രാജേന്ദ്രനും ഭരണസമിതിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. മേയറുടെ പക്വതക്കുറവും നിരവധി തവണ ചർച്ചാ വിഷയമായിരുന്നു. ഇതേ തുടർന്ന് പാർട്ടി നേതൃത്വം മേയർക്കും ഭരണകക്ഷിയിലെ CPM അംഗങ്ങൾക്കും പഠന ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. പ്രതിപക്ഷ ആരോപണങ്ങൾ പക്വതയോടെ നേരിടാനും ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുത്ത് ഭരണം മെച്ചപ്പെടുത്താനും എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് പഠന ക്ലാസ് നൽകിയത്. വിളപ്പിൽശാല EMS അക്കാദമിയിൽ നടത്തിയ ക്ലാസിൽ മുതിർന്ന CPM നേതാക്കളോടൊപ്പം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പൻ, ആസൂത്രണ ബോർഡ് മുൻ അംഗം, തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട CPM അനുഭാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ ക്ലാസ് നയിച്ചിരുന്നു. ക്ലാസുകൾ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നാണ് ആര്യയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. 2023-24 വർഷത്തെ പദ്ധതി നടത്തിപ്പിന്റെ അവലോകനത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച കണ്ടെത്തിയതോടെ മേയർക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാതെ CPM ഇപ്പോൾ നിന്ന് വിയർക്കുകയാണ്. 1872 പദ്ധതികളിൽ 1071 പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ പോലും സാധിച്ചിട്ടില്ല. നടപ്പിലാക്കിയ 801 പദ്ധതികളിൽ തന്നെ മുഴുവൻ തുകയും ചെലവഴിച്ച് പൂർത്തിയാക്കിയത് വെറും 192 പദ്ധതികൾ മാത്രമാണ്. വിവിധ പദ്ധതികൾക്കായി 526 കോടിയിലധികം രൂപ വകയിരുത്തിയപ്പോൾ ചെലവഴിക്കാൻ സാധിച്ചത് ഏകദേശം 211 കോടി രൂപ മാത്രമാണ്. അതായത് പദ്ധതി നടത്തിപ്പ് 42.78% ഒതുങ്ങി. കോർപ്പറേഷന്റെ വികസന ഫണ്ട് ചെലവ് 54.5% മാത്രമാണ്. 57.51% വികസന ഫണ്ട്. TSP വികസന ഫണ്ടിന്റെ ചെലവ് ആകട്ടെ 1.45%. റോഡ് മെയിൻ്റനൻസ് ഫണ്ട് ചെലവ് 24.15%. റോഡ് ഇതര മെയിൻ്റനൻസ് ഫണ്ട് 41.93%. കേന്ദ്രാവിഷ്കൃത ഫണ്ട് 36.3%. സംസ്ഥാന ആവിഷ്കൃത ഫണ്ട് 31.27%. തനത് ഫണ്ട് 14.97%. മറ്റുള്ളവ 17.21 എന്നിങ്ങനെയാണ് ചെലവഴിച്ചത്. വിവിധ സർക്കാർ ഗ്രാന്റുകളിലായി ലഭിച്ച തുക യഥാസമയം പ്രോജക്ടുകൾ പൂർത്തിയാക്കി ട്രഷറിയിൽ ബില്ല് സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടു. വികസന ഫണ്ടിനത്തിൽ 32.90 കോടി രൂപയും SCP ഫണ്ടിൽ 11.95 കോടി രൂപയും മെയിൻ്റനൻസ് ഫണ്ടുകളിൽ നിന്ന് 4.73 കോടി രൂപയും നഷ്ടമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട വകുപ്പുകളും ഫണ്ട് വിനിയോഗത്തിൽ ഏറെ പിന്നോട്ടു പോയി. മുനിസിപ്പൽ എഞ്ചിനീയർമാർ പദ്ധതി തുക ചെലവഴിക്കുന്നതിൽ വളരെ പിന്നിലാണ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർക്ക് 1.65% തുക മാത്രമാണ് ചെലവാക്കാൻ സാധിച്ചത്. മെഡിക്കൽ ഓഫീസർ, ഡെപ്യൂട്ടി സെക്രട്ടറി എന്നീ നിർവഹണ ഉദ്യോഗസ്ഥർ ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയിട്ടില്ല.
നഗരസഭയുടെ പ്രധാന വരുമാന സ്രോതസ്സായ വസ്തുനികുതി ഇനത്തിൽ വൻ കുടിശ്ശികയാണ് പിരിച്ചെടുക്കാനുള്ളത്. 30 വാർഡുകളിലുള്ള കെട്ടിടങ്ങളിൽ നിന്ന് മാത്രം 61.09 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. അനധികൃത കെട്ടിടങ്ങളുടെ വസ്തുനികുതിയിൽ 7.61 കോടി രൂപയാണ് കുടിശ്ശിക തുക. ഫണ്ട് യഥാസമയം വിനിയോഗിക്കാൻ കഴിയാത്തത് കോർപ്പറേഷന്റെ വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. ഫണ്ട് നഷ്ടമാകുന്നതിൽ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് പുറമെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കും ഭരണസമിതിക്കും ഉത്തരവാദിത്തമുണ്ടെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു തികഞ്ഞ പരാജയമാണ് ആര്യ രാജേന്ദ്രൻ എന്നുള്ളതാണ് വെളിവായി പുറത്തേക്ക് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള ഒരു വലിയ നവോത്ഥാനമായിരുന്നു CPM ആര്യ രാജേന്ദ്രനിലൂടെ നടപ്പാക്കിയത്. എന്നാൽ അന്ന് മുതൽ CPMന് കണ്ടകശനി തുടങ്ങി. കാരണം ആര്യ രാജേന്ദ്രൻ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നയാളാണ്. വലിയ വിവാദങ്ങളൊക്കെയാണ് ഇതിനോടകം തന്നെ ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബസ് ഡ്രൈവർ യദുവുമായുള്ള വിവാദങ്ങൾ അതിരുകടന്നു പോകുന്നതായിരുന്നു. അന്ന് തന്നെ ആര്യക്കെതിരെ മുതിർന്ന നേതാക്കൾ ശക്തമായ നിലപാടെടുത്തതാണ്. വെറുതെ ഹീറോയിസം കാണിക്കാനും മാധ്യമങ്ങൾക്ക് മുൻപിൽ ഷോ കാണിക്കാനുമല്ല ആര്യ രാജേന്ദ്രൻ ഉൾപ്പെട്ട യുവ നേതാക്കൾ നിൽക്കേണ്ടത് എന്ന് മുതിർന്ന നേതാക്കൾ മുന്നറിയിപ്പ് കൊടുത്തതാണ്. എന്നാൽ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് നിരന്തരം CPMന് തലവേദന ഉണ്ടാക്കുന്നതാണ് ആര്യ രാജേന്ദ്രന്റെ പണി. അതിപ്പോൾ കോർപ്പറേഷന്റെ ഭരണം CPMന്റെ കയ്യിൽ നിന്ന് പോകുന്നതിലേക്ക് വരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. BJPയുടെ കൈകളിലേക്കാണ് ഇനി ഭരണം പോകുന്നതെങ്കിൽ ആര്യ രാജേന്ദ്രനെ ചവിട്ടി പുറത്താക്കും CPMലെ മുതിർന്ന നേതാക്കൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.